ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫോർ അവർ ബിസിനസ് പോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിലുള്ള ഒരു ക്ലോസിംഗിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് റിലേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോസ്പെക്റ്റുമായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ഈ ഒരു റിലേഷൻ ബിൽഡിംഗ് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമന്റ് ആയിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പോയിന്റുകൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു റോബോട്ട് ആകാതിരിക്കുക എന്നുള്ളത്. അതായത് ഇന്നിപ്പോൾ പല ആളുകളും, അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചുള്ള കാര്യമല്ല, ബിഗിനറിനെ സംബന്ധിച്ച് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ബെറ്ററായി വരാനൊക്കെ ഉള്ള ഒരു താമസം ഉണ്ടാകും. പക്ഷേ ഞാനിവിടെ പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്താ പറയുക, ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താ പറയുക, വോയിസുകൾ നിങ്ങൾ വോയിസിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ആയിരിക്കും പല ആൾക്കാരും എന്താ പറയുക ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ നിങ്ങൾ വരുന്ന ലീഡ്സിന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വോയിസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് റോബോട്ട് ആകാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള നിങ്ങളുടെ പ്രോസ്പെക്റ്റിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചിട്ട് കോൺടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാവുന്നില്ല അല്ലെ. നിങ്ങൾ കോൺടാക്ട് ചെയ്തു, ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചിട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അവർ കുറേ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന വോയിസും അല്ലെങ്കിൽ എന്താ പറയുക കുറേ വീഡിയോസും റെക്കോർഡും വീഡിയോസൊക്കെ തരുന്നു. അത് കണ്ടിട്ട് എന്താ പറയുക, കമ്പനി കൊള്ളാം, പ്രൊഡക്ട്സ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ എനിക്ക് ഈ ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു എന്താ പറയുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഞാൻ ചൂസ് ചെയ്യും? കാരണം ഇത്രയും എന്താ പറയുക ഈ ഒരു ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്നോ എന്താണെന്നോ പോലും എനിക്കറിയില്ല എന്നുള്ളൊരു തോട്ട് ആ ഒരു പ്രോസ്പെക്റ്റിന് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനുഷ്യനായിട്ട് അവരോട് ബിഹേവ് ചെയ്യുക. അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റെക്കോർഡഡ് വോയിസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. എന്നിട്ട് അത് ലൈവായിട്ട് കൊടുക്കുക, ലൈവായിട്ട് സംസാരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ പറയുക വോയിസുകളൊക്കെ അയക്കാറുണ്ടല്ലേ, അതേപോലെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ റിലേഷൻ ബിൽഡിങ്ങിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ററാക്ട് ചെയ്യുക, മാക്സിമം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവർക്ക് എന്താ പറയുക ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ചില ആൾക്കാരുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ച് അവന് തന്നെ പേടിയായി പോകും. ഭയങ്കര ഫോർമലായിട്ടൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക എന്തോ ഒരു കോളിംഗ് സെന്ററിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ കസ്റ്റമർ കെയറിലേക്ക് ഐഡിയ വോഡഫോണിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അതേപോലെ സംസാരിക്കുന്ന ചില ആൾക്കാർ ഭയങ്കര ഫോർമലായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. അത് ഒഴിവാക്കുക മാക്സിമം. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് എന്താ പറയുക സെല് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. സോ അവിടെ രണ്ട് തരത്തിലാണ് സംസാരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് അവനൊരു കംഫർട്ട് സ്പേസ് അവിടെ ക്രിയേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ച് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഫോർമൽ ആയിട്ടുള്ള ടോക്കിംഗ് നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് മാക്സിമം അവരുമായിട്ട് നല്ല രീതിയിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ, അല്ലാതെ നിങ്ങൾ ഫോർമലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ ഒരു റിലേഷൻ ബിൽഡിംഗ് നടക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതേസമയം അവരുമായിട്ട് ക്ലോസ് ആയി സംസാരിച്ച് കഴിഞ്ഞാൽ, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ നോർമലി നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവർക്ക് എന്താ പറയുക അവർക്ക് എന്ത് ഡൗട്ട്സും നമ്മളോട് ചോദിക്കാനുള്ള ഒരു കംഫർട്ട് സ്പേസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ടുള്ള ടോക്കിംഗ് ഒഴിവാക്കിയിട്ട് നോർമലി സംസാരിക്കാം. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ററാക്ഷൻ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫോർമൽ ടോക്സ് ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു റിലേഷൻ ബിൽഡിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിരന്തരം അവർക്ക് മെസ്സേജ് അയച്ച് അവരെ വിളിച്ച് അവരെ ശല്യപ്പെടുത്താതിരിക്കുക. ചില ആൾക്കാരെ സംബന്ധിച്ച്, ചില വർക്കേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചില ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് അവർ ഒരു ക്ലയൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവർ വിളിക്കുന്നു, എടുക്കുന്നില്ല, വീണ്ടും വിളിക്കുന്നു, എടുക്കുന്നില്ല, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ മെസ്സേജ് കണ്ടു, സീൻ ചെയ്തു, റിപ്ലൈ ഇല്ല, എന്താ റിപ്ലൈ തരാത്ത, ഇങ്ങനെ മെസ്സേജ് ചെയ്തു അല്ലെങ്കിൽ കോൾ ചെയ്തു അവരെ നിരന്തരം ഇങ്ങനെ വിളിച്ചോ മെസ്സേജ് അയച്ചോ ശല്യം ചെയ്യാതിരിക്കുക. കാരണം അവിടെ നമ്മളെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു ഇറിറ്റേഷൻ അവിടെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മെസ്സേജ് വിളിച്ച് പിന്നെ എന്താണിത് എന്ന് സ്വയം ആ ഒരു പ്രോസ്പെക്റ്റ് തന്നെ ചിന്തിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ നാലാമത്തെ പോയിന്റ് എന്താ? നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ സാഹചര്യങ്ങളും അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി അവരോട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകും, ആ ഒരു സ്ക്രിപ്റ്റ് മാത്രമായിരിക്കും എല്ലാ വ്യക്തികളോടും പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിളിന് എൻ്റെ അടുത്ത് ഒരു 10 പേര് വന്നു, ഈ 10 പേരും നിൽക്കുന്നത് 10 സിറ്റുവേഷനിലായിരിക്കും. ഒരാൾ ഹൗസ് വൈഫ് ആകും, ഒരാൾ സ്റ്റുഡന്റ് ആകും, ഒരാൾ എംപ്ലോയി ആയിരിക്കും, ഒരാൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെ പല കാറ്റഗറീസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഒരു ഹൗസ് വൈഫിനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സ്റ്റുഡന്റിനോട് പറയേണ്ട കാര്യങ്ങൾ സ്റ്റുഡന്റിനോട് പറയണം, ഹൗസ് വൈഫിനോട് പറയേണ്ട
പറയേണ്ട കാര്യങ്ങൾ ഹൗസ് വൈഫിനോട് പറയണം, അല്ലെങ്കിൽ എംപ്ലോയിയോട് പറയേണ്ട രീതിയിൽ എംപ്ലോയിയോട് പറയണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് എല്ലാവരോടും 10 പേര് വന്നാൽ 10 പേരോട് അത് സെയിം അത് തന്നെ പറയാതെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അവരുമായിട്ട് പരിചയപ്പെടുക, അവരെ എങ്ങനെയാണ് ആളെന്നുള്ളത് മനസ്സിലാക്കുക, അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു അവർക്കും നമ്മളൊരു എന്താ പറയുക കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഒക്കെ അവിടെ ബിൽഡ് ആകും, അവർക്ക് നമ്മളോട് താല്പര്യം തോന്നും. സോ ആ ഒരു ഇതിലൂടെ നല്ലൊരു റിലേഷൻ ബിൽഡിംഗ് അവിടെ സ്ട്രോങ് ആയി വരും എന്നുള്ളതാണ്. പിന്നെ 5ാമതായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രോസ്പെക്ട് നിങ്ങളോട് ഡൗട്ട്സുകൾ ചോദിക്കുമ്പോൾ, ഡൗട്ട്സുകൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള, അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ കൃത്യമായി അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആളുകൾ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പല വ്യക്തികളെയും കോൺടാക്ട് ചെയ്തു, അവിടെ നിന്ന് എനിക്ക് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് ഞാൻ പല പ്രോസ്പെക്ട്സിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരു പ്രോസ്പെക്ട് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, അവർ ചോദിക്കുന്ന ഡൗട്ട്സ് അതിനുള്ള കറക്റ്റ് ക്ലാരിറ്റി നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു വ്യക്തി, ഒരു പ്രോസ്പെക്ട് നിങ്ങളുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ഡൗട്ടിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ സ്പോൺസർ ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാകും, അവരോട് ചോദിച്ചാൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുക, എന്നിട്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, അതിനുള്ള ക്ലാരിറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ ചോദിച്ച ആ ഒരു കാര്യത്തിനുള്ള ക്ലാരിഫിക്കേഷൻ അവർക്ക് കൊടുക്കാനും അവരെ സാറ്റിസ്ഫൈഡ് ആക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ റിലേഷൻ ബിൽഡ് ചെയ്തു, നിങ്ങൾ എത്ര വലിയ എന്താ പറയുക, നിങ്ങളുമായിട്ട് എത്ര അടുത്തു എന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. അവിടെ ഒരു ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻ ബിൽഡിംഗ് സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ പ്രധാനമായിട്ട് ഒരു പങ്കുള്ളതാണ്. സോ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോഴും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.